വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ദ റഹ്മാൻ എഫക്ട് പോഡ്കാസ്റ്റ്. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ടോപ്പിക്കാണ് ട്രേഡിങ്ങും പിന്നെ സ്റ്റോക്ക് മാർക്കറ്റും. കോവിഡിന് ശേഷം നമ്മുടെ ഇന്ത്യയിലും അതിനു പുറമെ കേരളത്തിലും ഏറ്റവും കൂടുതൽ ബൂമായൊരു ഇൻഡസ്ട്രിയാണ് ട്രേഡിംഗ് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഗസ്റ്റാണ് സൂരജ് സെൽവരാജ്. അദ്ദേഹം T+1 അക്കാഡമീൻ്റെ ഫൗണ്ടറും സിഇഒയും കൂടിയാണ്. നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് സൂരജ്. താങ്ക് യു. ബേസിക്കലി ഇതിലേക്ക് ഈ ഒരു ഫീൽഡിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിലേക്ക്? ഓക്കെ, ആക്ച്വലി ഞാൻ സ്റ്റോക്ക് മാർക്കറ്റോട്ട് എനിക്ക് ഫസ്റ്റ് ഇനീഷ്യലി ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നത് എൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് ഞാനൊരു സ്റ്റോറി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്കണോമിക് ടൈംസിലെ ഫിനാൻസ് പേജ് അത് വായിച്ചാണ് എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇനീഷ്യലി ഒരു ഇൻട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എറൗണ്ട് നടക്കുന്ന സാധനങ്ങളുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. So I got more interest to this. അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണമെന്നും ആദ്യം ഒരു ഇനിഷ്യൽ ക്രഷ് തോന്നി തുടങ്ങിയത് ഈ ഒരു എക്കണോമിക് ടൈംസിലെ ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഫിനാൻസ് പേജ് വായിച്ചുകൊണ്ടാണ്. നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജസിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ട്രേഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്ത ചാലഞ്ചസുകൾ എന്താണ് വരുന്നത്? സോ ചാലഞ്ചസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ കേരളത്തിലായാലും പുറത്തായാലും വളരെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഇതൊരു എത്ര വർഷം മുന്നെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? അതിനെ കുറിച്ചൊന്ന് പറയോ? ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓൾമോസ്റ്റ് 8 years മുമ്പാണ്. അപ്പോൾ 8 years മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കേരളത്തിലായാലും പുറത്തായാലും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, അതുപോലെ തന്നെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് അറിയത്തുള്ളൂ. പലർക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നൊരു സ്കാം ആണ് എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ക്രിപ്റ്റോയുടെ പേരിൽ നടക്കുന്ന പല മണി ചെയിൻ തട്ടിപ്പുകളും അല്ലെങ്കിൽ MLM സ്കീമുകളും അന്ന് നടന്നുകൊണ്ടിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പേര് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു കൺസ്ട്രെയിൻ ഉണ്ടായിരുന്നു, ഇതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് സം കൈൻഡ് ഓഫ് ഫ്രോഡാണ്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ ക്യാഷ് നഷ്ടപ്പെടും. അത് മാത്രമല്ല അതെ. അപ്പൊ അത് മാത്രമല്ല വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് പല ഏജൻസ് ഇപ്പോൾ LICയുടെ ഒക്കെ തന്നെ യൂലിപ്പ് ഫണ്ട്സുകളുണ്ട്, യൂലിപ്പ് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ യൂലിപ്പ് സ്കീംസുകളുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ആൾക്കാർക്ക് ഇരട്ടി പൈസ കിട്ടും എന്നുള്ള ഒരു വ്യാജ വാഗ്ദാനം കൊടുത്തിട്ട് ഒരുപാട് പേരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓക്കെ, ഇപ്പോൾ എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് അല്ലെങ്കിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്ര ക്യാഷ് പോയി എന്ന് പറയുമ്പോൾ തന്നെ ഉറപ്പായിട്ടും എൻ്റെ ആ പിയർ ഗ്രൂപ്പിലുള്ള 20 അല്ലെങ്കിൽ ഒരു 10 പേര് പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരത്തേയില്ല. ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. ഓക്കെ, അവിടെ നിന്നിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഓക്കെ ഇറ്റ്സ് ലുക്ക് മോർ ഇൻട്രസ്റ്റിംഗ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഇപ്പോൾ ഷെയർസ് മാത്രമല്ല, നമുക്ക് കമ്മോഡിറ്റീസ് ഉണ്ട്. നമുക്കറിയാം കമ്മോഡിറ്റീസിനകത്ത് തന്നെ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളുടെയും പ്രൈസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അതിപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഇപ്പോൾ തക്കാളി ആയാലും ഉള്ളി ആയാലും ഇതിന്റെയൊക്കെ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഏത് രീതിയിൽ മൂവ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ഇൻട്രസ്റ്റിംഗ്. നമുക്കിപ്പോൾ പറഞ്ഞവരും പറയാമല്ലോ. ആക്ച്വലി പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മാത്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിപ്പോൾ നമ്മുടെ എന്താണ് +2 പഠിക്കുന്ന പൈതോഗറസ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. ആക്ച്വലി റിയൽ ലൈഫ് മാത്സ്, നമ്മുടെ ലൈക്ക് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് അനലൈസ് ചെയ്യുന്നതായാലും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സോ ഈ ഒരു ഇൻട്രസ്റ്റ് ഫോക്കസ് ചെയ്ത് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ശരിക്കും പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഇപ്പോൾ 8 years മുന്നേ ഒക്കെ നമ്മുടെ ഈ യൂട്യൂബിലായാലും ഓൺലൈനായിട്ടുള്ള അത്ര ഒരു ബൂമിങ് ഇല്ലാത്തൊരു ഇൻഡസ്ട്രി ആണല്ലോ ട്രേഡിങ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ എങ്ങനെയാണ് പഠിച്ചത്? ഒരു കോവിഡിന് ശേഷമാണല്ലോ ഇത് മെയിനായിട്ട് ട്രേഡിങ് ഫേംസും ആയാലും ഇങ്ങനത്തെ കോഴ്സസൊക്കെ മെയിനായിട്ട് ബൂമായത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു സോഴ്സ് എന്തായിരുന്നു നിങ്ങൾ ഈ ട്രേഡിങ് പഠിക്കുകയാണെങ്കിൽ? കാരണം മെയിൻലി ഇത് ചാർട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ റിസോഴ്സസ് വളരെ കുറവാണ് അന്നത്തെ സമയത്ത്. എനിക്ക് തോന്നുന്നത് അന്ന് ഹിന്ദിയിൽ മാത്രം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് വീഡിയോസ് ബാക്കി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജിയോ പോലുള്ള ടെലികോം കമ്പനീസ് വന്നതിന് ശേഷം അത്യാവശ്യം പെനിട്രേഷൻ ഇൻക്രീസ് ആയിട്ടുണ്ട്. അന്നത്തെ കാലങ്ങളിൽ അതുമല്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ വീഡിയോസ് പോലും ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അത് മലയാളികൾ വളരെ കുറവാണ്.
സോ ആ സമയത്ത് ഞാൻ കുറച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുക്സ് വായിച്ചും അങ്ങനെയൊക്കെയാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അതിനുശേഷം കൂടുതൽ സോഴ്സ് ലൈക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ഓഫ് ട്രേഡിംഗ് എങ്ങനെ പഠിക്കണമെന്നുള്ള ഒരു മെന്റാലിറ്റി വന്നപ്പോഴാണ് ഞാൻ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ പ്രോമിനന്റ് ആയിട്ടുള്ള പല ബ്രോക്കേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ റിസർച്ച് ടീമിലും അതുപോലെ തന്നെ ടെർമിനൽ ടീമിലൊക്കെ ഒരുപാട് ബ്രോക്കേഴ്സിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് ശരിക്കും ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നോർമൽ റീറ്റെയിൽ ട്രേഡർ പുറത്തിരുന്ന് ട്രേഡ് ചെയ്യുന്നത് പോലെയല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. സോ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്ന് അവരുടെ കൂടെ ഇരുന്ന് പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ. സോ ഐ ആം സെൽഫ് എക്സ്പ്ലോറിംഗ് കംപ്ലീറ്റ്. ഞാൻ എനിക്ക് എന്തൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഇന്ന് ഈ ഒരു മൂവ്മെന്റം വരെ അറിയാവോ അതെല്ലാം ഞാൻ സെൽഫായിട്ട് പഠിച്ചതാണ്. കാരണം നമ്മൾ ഈ ഒരു സിംഗിൾ പേഴ്സൺ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡിലാണെങ്കിലും എമൗണ്ടിൽ തന്നെ വലിയൊരു വ്യത്യാസം വരും. ചിലപ്പോൾ 10 to 100 crores അടുക്കായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു സെൽഫായിട്ട് ചെയ്യുകയാണെങ്കിൽ മാക്സിമം എത്ര വരെ ഒരു 5 CR 10 CR അടുത്ത് അത്രക്കും റയർ ആയിട്ടുള്ള ആൾക്കാർ പോവുള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു 1 CR അടുത്ത് അധികം പേര് പോവുള്ളൂ. അതെ, ഇപ്പോൾ ലൈക്ക് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ ക്യാപിറ്റൽ തന്നെ പലരും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ 10,000 വെച്ചിട്ടാണ്. ഇപ്പോൾ സെബിയുടെ റീസെന്റ് ഒരു കണക്കുണ്ടായിരുന്നു, 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പലരും ഒരു 3 മാസത്തിൽ അവരുടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവുന്നൊരു സംഭവമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ശരിക്കും ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 10,000 ക്യാപിറ്റൽ ഈസ് നോട്ട് എ ബാഡ് തിങ്. ഞാനത് മോശമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ആ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വി ഹാവ് ടു ഗെറ്റ് പ്രോപ്പർ നോളജ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, എന്താണ് എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്, ഫ്രം അണ്ടർലൈൻ കോൺസെപ്റ്റ്സ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പലർക്കും അറിയില്ല. പക്ഷേ എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു സാധനം മാത്രമേ എല്ലാവർക്കും അറിയാവൂ. ബട്ട് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്, അത് നമ്മുടെ ഹോൾ എക്കോണമി, ഇപ്പൊ ഇന്ത്യയുടെ എക്കോണമി തന്നെ എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഇപ്പോൾ ലെറ്റ്സ് സീ, ഇപ്പോൾ US എക്കോണമി ഗ്രോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് എക്കോണമീസ് ഗ്രോ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഈ എക്കോണമീസ് ഗ്രോ ചെയ്യുന്ന ഇറ്റ്സ് പാർട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഗ്രോത്ത് ആണ്. നമുക്ക് റാൻഡം ആയിട്ട് ഒരിടത്ത് പോയി നിന്നിട്ട് ഓക്കെ ഈ രാജ്യം വളരുന്നുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ആ രാജ്യം വളരണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അവരുടെ കൺസ്യൂമേഴ്സ്, അതായത് രാജ്യത്തെ പൗരന്മാർക്ക് പർച്ചേസിംഗ് പവർ ഉണ്ടാവണം. സോ ഈ പർച്ചേസിംഗ് പവർ ഉണ്ടാവണമെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജോബ്സ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോപ്പർ ആയിട്ടുള്ള ജോബ് ഉണ്ട്, അവർക്ക് പർച്ചേസിംഗ് പവർ ഉണ്ട്. സോ ദാറ്റ് വിൽ ഡയറക്ട്ലി റിഫ്ലക്ട് ഇൻ ടു ദിസ് കമ്പനീസ്. ഈ കമ്പനീസ് എവിടെയാണ് ലിസ്റ്റ് ആയിട്ടുള്ളത്? സ്റ്റോക്ക് മാർക്കറ്റിനകത്ത്. സോ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ലിസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് ഇംപ്രൂവ് ചെയ്യുക ഇൻ ദ മീൻസ് ദ സ്റ്റോക്ക് വിൽ ബി പ്രൈസ് ബെറ്റർ ഇൻ ദ, അതായത് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യും മാർക്കറ്റിനകത്ത്. ആ സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യും ഫൈനാൻഷ്യൽസ് ബെറ്റർ ആകുമ്പോൾ. സോ ഇറ്റ്സ് ഓൾ കണക്റ്റഡ്. നമ്മുടെ റിയൽ ലൈഫും നമ്മുടെ ഡെയിലി ലൈഫും സ്റ്റോക്ക് മാർക്കറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്, ഇന്റർ കണക്റ്റഡ് ആണ്. പലർക്കും ഈ ഒരു ബേസിക് തിയറി അറിയില്ല. സോ ദാറ്റ്സ് ദ പ്രോബ്ലം. നമ്മളിപ്പോൾ സൂരജ് പറഞ്ഞല്ലോ ഒരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ളത്. അപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജസിൽ ഇതിനെ പറ്റിയിട്ട് ഒരു നോളജ് ഇല്ലാത്ത ആൾക്കാർ ഏകദേശം ഒരു എത്ര രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റിങ് അല്ലെങ്കിൽ ട്രേഡിങ് പഠിക്കേണ്ടത്? കാരണം നമ്മളൊരു 10,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സിങ് ചാർജ് അല്ല ട്രേഡിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം ഫീസും പിന്നെ GSTയും അങ്ങനെ പല ചാർജസ് കട്ട് ചെയ്തിട്ട് ഒരു ട്രേഡിൽ അവരൊരു 1,000 rupees പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ആ 1,000 rupees അവർക്ക് കിട്ടൂലല്ലോ. ചിലപ്പോൾ അത് ലോസിലേക്ക് പോകും. പ്രോഫിറ്റ് ആണെങ്കിലും ടാക്സസും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ അവർക്കൊരു 300 rupees പ്രോഫിറ്റ് ആണെങ്കിൽ ടാക്സ് കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അത് -100 ആയിരിക്കും പോവാം. അപ്പോൾ ബേസിക് ഒരു ഇത് വേണ്ടി വരില്ല, എമൗണ്ട് വേണ്ടി വരില്ല ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ആക്ച്വലി ഐ എം ട്രൈങ് ടു കൺവേ ദാറ്റ് ഇപ്പോൾ 10,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരുന്നവർക്കായാലും നമ്മൾ 10,000 ആണ് മിനിമം ക്യാപിറ്റൽ പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 10,000 എങ്കിലും നിങ്ങളുടെ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടാവണം സ്റ്റോക്ക് മാർക്കറ്റിനകത്ത്. അത് ഈ ഒരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ, യു ഹാവ് ടു ഇൻവെസ്റ്റ് യുവർ ടൈം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ പഠിക്കാതെ 10,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ ആ 10,000 രൂപ വളരത്തില്ല, അത് കംപ്ലീറ്റ്ലി വാഷ് ഔട്ട് ആയി പോകത്തുള്ളൂ. ബട്ട് ഓൺ ദ സെയിം ടൈം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് അതിനെ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു, ഇറ്റ് വിൽ ഗിവ് ഇമ്മൻസ് റിസൾട്ട്. അതെ, മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു ഇമോഷനാണ്. നിങ്ങൾക്ക് ലോസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കാരണം ട്രേഡിങ്ങിൽ ശരിയാണോ എന്നറിയില്ല ഞാൻ പറയുന്നത്, ട്രേഡിങ്ങിൽ നമ്മളൊരു 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 5 ട്രേഡോ അല്ലെങ്കിൽ 6 ട്രേഡോ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് 4 ട്രേഡ് മാത്രം പ്രോഫിറ്റബിൾ ആയാൽ മതി എന്നാണ്. അങ്ങനെയാണോ പ്രോപ്പറായിട്ട്? എനിക്കറിയില്ല. if you maintain proper risk management,
അതെ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ യുവർ വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. ഒന്നാമത്തെ കാര്യം. ഈ വിന്നിംഗ് പ്രോബബിലിറ്റി ഇപ്പൊ ബ്രോ പറഞ്ഞതുപോലെ 10 ട്രേഡ് എടുക്കുമ്പോൾ അതിൽ മെജോറിറ്റി ലോസ് വന്നാൽ പോലും നമ്മൾ 1:2 റേഷ്യോ എന്ന് പറയുന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഓവറോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളൊരു ബിസിനസ് റൺ ചെയ്യാണ്. ഇഫ് യു ആർ റണ്ണിങ് എ ബിസിനസ്, ഓക്കെ, ഞാനൊരു കട നടത്തുകയാണ് ട്രിവാൻഡ്രം സിറ്റിക്ക് അല്ലെങ്കിൽ എറണാകുളത്ത് ഞാനൊരു കട നടത്തുകയാണ്. നടത്തുന്ന സമയത്ത് നമുക്ക് ഡെയിലി റണ്ണിങ് കോസ്റ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട് എല്ലാ ബിസിനസ്സിനും. ഓക്കെ, അപ്പോൾ ആ ഡെയിലി റണ്ണിങ് കോസ്റ്റ് എല്ലാ കടകളും എല്ലാ ദിവസവും ജനറേറ്റ് ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. അത് ടുവേർഡ്സ് എൻഡ് ആവുന്ന സമയത്ത് അവരുടെ ഫൈനാൻഷ്യൽസ് ടാലി ആയാൽ മതി. ട്രേഡിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ ബിസിനസ് ആയിട്ട് കാണാനും അതിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യാനും പറ്റാത്തത് കൊണ്ടാണ് ഈ പലർക്കും ലോസ് വരുന്നത്. എല്ലാ ട്രേഡിലും പ്രോഫിറ്റ് ആവണമെന്ന് പറയുമോ? അതൊരിക്കലും പോസിബിൾ ഉള്ള കാര്യമില്ല. ഇപ്പോ നമ്മൾ 10 ട്രേഡ് എടുക്കുന്ന സമയത്ത് എത്ര വലിയ ട്രേഡർ ആയാൽ പോലും അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ട്രേഡെങ്കിലും ലോസ് വരും. അവർക്ക് വിന്നിംഗ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 100% ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഈവൻ ദോ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ദേ ക്യാൻ വിൻ ഓൾ ദ ട്രേഡ്സ് ദേ ടേക്ക്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ലൈക്ക് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നതിൽ അത്യാവശ്യം ട്രേഡിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ഒരു സൈഡിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ ഓപ്പൺ ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് മീൻസ് പൊസിഷൻസ് ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പൊസിഷൻസ് അവർ ക്ലോസ് ചെയ്തിട്ട് മാറുന്നതാ ലോസിൽ. ഓക്കെ, അപ്പോൾ സാധാരണക്കാർ മാത്രമല്ല ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ നല്ല രീതിയിലുള്ള ലോസ് മാർക്കറ്റിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റംസ്. ഇപ്പോൾ ഒരു ട്രേഡിൽ വലിയൊരു ലോസ് വന്നു, വാട്ട് ദേ വിൽ ഡു ഈസ് ദേ വിൽ റിക്കവർ ദിസ് ലോസ് ഫസ്റ്റ്. ആദ്യം അവർ അതേ ചെയ്യത്തുള്ളൂ. അതിന് അവരുടേതായ പല സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം അവരുടെ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇഫ് ഒരാൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ലൂസ് ആക്കുകയാണ് ഒരു ദിവസത്തെ ട്രേഡിൽ, അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ പ്ലാൻ ഫോർ നെക്സ്റ്റ് 6 months. അതായത് ഈ 6 മാസം കൊണ്ട് എനിക്ക് ഈ ലോസ് റിക്കവർ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അവർ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് അവിടെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് റീറ്റെയിൽ ട്രേഡേഴ്സ് എന്നും റീറ്റെയിൽ ട്രേഡേഴ്സ് ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടും നിലനിന്ന് പോകുന്നത്. ഇതിപ്പോ ഒന്ന് ലോസ് ആയി കഴിഞ്ഞാൽ ഈ നാളെ തന്നെ എനിക്ക് ആ ലോസ് നികത്തണം എന്നുള്ള ഒരു മെന്റാലിറ്റി, ഷോർട്ട് മെന്റാലിറ്റി ആണ്. യെസ്, അത് ഒരിക്കലും പോസിബിൾ അല്ല മാർക്കറ്റിനകത്ത്. ഇപ്പോൾ ലൈക്ക് ഒരാൾ 10 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സീ അയാൾ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അയാൾ ഒരു ട്രേഡിൽ ഒരു 10,000 രൂപ വെച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് എല്ലാ ട്രേഡിലും. ബട്ട് ഒരു ട്രേഡിൽ അയാൾ റിസ്ക് മാനേജ് ചെയ്തില്ല, അയാൾക്ക് ഒരു 25,000 രൂപ ലോസ് വരികയാണ്. ആ 25,000 രൂപ ലോസ് അയാൾ ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും ലോസിലോട്ട് പോകത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കൺസിസ്റ്റന്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എത്രയാ 10,000 രൂപ പ്രോഫിറ്റ് ആണ്. സോ ആ 25,000 രൂപ ലോസ് കവർ ചെയ്യാനായിട്ട് അയാൾക്ക് ഓൾമോസ്റ്റ് 3 days വേണം. സോ 3 days വെയിറ്റ് ചെയ്ത് മാർക്കറ്റിനകത്ത് നിന്ന് ആ ലോസ് റിക്കവർ ചെയ്യാനുള്ള പേഷ്യൻസ് ആണ് ആദ്യം ബിൽഡ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഒരാൾ ഈ റിസ്ക് മാനേജ് ചെയ്യേണ്ടത്? ബ്രോ, റിസ്ക് മാനേജ്മെന്റ് ഇൻ ദ സെൻസ് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക. നമ്മളൊരു ട്രേഡ് എടുക്കുന്നു, നമുക്കൊരു കൃത്യമുള്ള ട്രേഡ് പ്ലാൻ വേണം. എവിടെ എത്ര രൂപ പ്രോഫിറ്റ് ആവുന്ന സമയത്ത് ഞാനിത് എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ എത്ര രൂപ ലോസ് ആവുന്ന സമയത്ത് ഞാനിത് എക്സിറ്റ് ചെയ്യും എന്നുള്ള പ്രോപ്പർ ട്രേഡ് പ്ലാൻ നമുക്ക് വേണം. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുക്കുന്നു, 1000 രൂപയാണ് എൻ്റെ ടാർഗറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പോകുന്നത് 500 രൂപയായിരിക്കും. എനിക്ക് ഒരു ദിവസം 500 രൂപ ലോസ് വന്നാൽ മതി, മാക്സിമം കിട്ടുകയാണെങ്കിൽ 1000 രൂപ കിട്ടട്ടെ. ഈ മെന്റാലിറ്റിയിൽ ട്രേഡ് ചെയ്യുക. ഇതാണ് പ്രോപ്പർ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഇമോഷൻസ് അതിന്റെ ഇടയിൽ കയറി വരരുത്. 500 വെച്ച് കഴിഞ്ഞാൽ 250 ലോസ് ആകുമ്പോഴത്തേനും സെല്ല് ചെയ്യരുത് എന്ന്. അവിടെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. മാർക്കറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ. സംടൈംസ് നമ്മൾ പിടിച്ചാൽ കിട്ടത്തില്ല. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ അവർ റിസ്ക് റിവാർഡ് പ്രോപ്പർലി. പിന്നെ നമ്മൾ ഈ ചില സ്റ്റോക്കുകൾ ഉണ്ടാവുമല്ലോ പെട്ടെന്നൊരു ബൂമിങ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഏത് രീതിയിലാണ് മനസ്സിലാക്കാൻ പറ്റുക? ഇപ്പം എല്ലാം നമുക്ക് പ്രഡിക്റ്റബിൾ ആയിക്കോളണമെന്നില്ല, എന്നാലും ന്യൂസും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, മേ ബി ഇൻ ദ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു 3 to 6 months ഇടയിൽ ഇങ്ങനത്തെ സ്റ്റോക്കുകളൊക്കെ ഉയരാൻ ചാൻസസ് പ്രോബബിലിറ്റി കൂടുതലാണെന്നുള്ളത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൈൻഡ് ഓഫ് രീതിയിൽ മാർക്കറ്റിനകത്ത് ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഇംപ്രൂവ് ആവാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോക്കിനകത്ത് ഫണ്ടമെന്റലി നല്ല കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ലൈക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് വരികയാണ്, അല്ലെങ്കിൽ ആ
സ്റ്റോക്ക് റൺ ചെയ്യുന്ന സെക്ടറിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് വരികയാണ്, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒരുപാട് വരികയാണ്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ സ്റ്റോക്ക് മുകളിലേക്ക് പോകാം. ഇറ്റ്സ് എ ഫണ്ടമെന്റലി ഗുഡ് തിങ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സസ്റ്റൈനബിൾ ഗ്രോത്ത് ആണ് കമ്പനികളുടെ, അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ആവുന്നു. സോ ഇറ്റ് ഷുഡ് റിഫ്ലക്ട് ഓൺ സ്റ്റോക്ക് പ്രൈസ്. ഓക്കെ, അതിപ്പോ ഇന്നല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അത് റിഫ്ലക്ട് ആവണം. ഉദാഹരണത്തിന് ഇപ്പൊ ITC ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ITC ITC അതുപോലെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദ എക്സാമ്പിൾ ഓഫ് ITC നോക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് അണ്ടർ വാല്യൂഡ് ആയിരുന്നതിന് ശേഷം ഇപ്പോഴാണ് അതിന്റെ ശരിക്കുള്ള വാല്യൂ അൺലോക്ക് ആവുന്നത്. ഇപ്പൊ പല PSU സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ എങ്ങനെ, ഇപ്പോൾ നമ്മുടെ SBI അണ്ടർ വാല്യൂഡ് ആയിരുന്നിട്ട് ഇപ്പോഴാണ് അതിന്റെ വാല്യൂ പ്രോപ്പറായിട്ട് അൺലോക്ക് ആവുന്നത്. അത് മാത്രമല്ല ഇനി നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ ഫാർമ, IT സെക്ടർ സ്റ്റോക്കുകൾ ഇതെല്ലാം തന്നെ അണ്ടർ വാല്യൂഡ് ആയിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ട്രൂ വാല്യൂ അൺലോക്ക് ആവുന്നത് ആഫ്റ്റർ കൊറോണയാണ്. അപ്പോൾ ആഫ്റ്റർ കൊറോണയാണ് ഇൻവെസ്റ്റേഴ്സിന്റെ അവയർനെസ് ഇരുന്നത്. ഓക്കെ, ഹൗ ടെക്നോളജി ഗോയിങ് ടു അഫക്ട് അവർ ഡെയിലി ലൈഫ്, ഹൗ ദിസ് ഹെൽത്ത് കെയർ ഗോയിങ് ടു അഫക്ട് അവർ ഡെയിലി ലൈഫ് എന്ന് പറയുന്ന ഒരു അവയർനെസ് അതിന് ശേഷമാണ് കിട്ടുന്നത്. സോ ഫണ്ടമെന്റലി ഗുഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഗ്രോത്ത് എപ്പോഴും നല്ലതാണ്. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ഗ്രോത്ത്. അതായത് ലൈക്ക് യു പ്രോബബ്ലി ഹെഡ് ദാറ്റ് പമ്പ് ആൻഡ് ഡംപ് സ്കീംസ്. ഒരുപാട് ആദ്യം കുറച്ച് ഇനീഷ്യലി സ്റ്റോക്ക് ഒന്ന് ബൂസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിന് ശേഷം നല്ലൊരു പ്രൈസിങ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡംപ് ചെയ്യുക. യെസ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് ചിലപ്പോൾ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 50 രൂപയായിരിക്കും. അപ്പോൾ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് നോക്കുന്ന സമയത്ത് ഓക്കെ, സോ ഇത്രയും വലിയ ഗ്രോത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് ഈ 50 രൂപ പ്രൈസിന് കയറുന്ന സമയത്ത് 50 100 ആവുന്നു, 100 200 ആവുന്നു, 300 ആവുന്നു, 1000 ആവുന്നു, ഈ ഒരു മെന്റാലിറ്റിയിലായിരിക്കും ആൾക്കാർ കയറുന്നത്. പക്ഷെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിപ്പുലേഷന്റെ ഏറ്റവും ടോപ്പിലായിരിക്കും ഇവർ ഇതൊന്ന് ബൈ ചെയ്തിട്ടുണ്ടാവുക. സോ ആ ബബിള് ബസ്റ്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, നേരെ വന്ന് താഴെ വീഴും, അവിടെ കംപ്ലീറ്റ് ക്യാപിറ്റൽ പോകും. ഓക്കെ, ദർ ഇസ് എ തിങ് കോൾഡ് അപ്പർ സർക്യൂട്ട് ആൻഡ് ലോവർ സർക്യൂട്ട്. ഓക്കെ, ഇപ്പോൾ അപ്പർ സർക്യൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സെൻസ്, ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഇന്നത്തെ ദിവസം അപ്പർ സർക്യൂട്ട് അടിച്ചു, അതിനകത്ത് നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ എപ്പോഴായിരിക്കും നമുക്ക് ഫ്രഷ് എൻട്രി എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലെത്തിയതിനു ശേഷമായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ അവിടെ നിന്ന് ഫ്രഷ് എൻട്രി എടുക്കുന്നു, പിന്നെ എപ്പോഴും സംഭവിക്കുമ്പോൾ ലോവർ സർക്യൂട്ട് ആയിരിക്കും, പിന്നെ നമുക്ക് സെല് ചെയ്ത് മാറാൻ പറ്റത്തില്ല. അതെപ്പോഴാണോ അടുത്ത മാനിപ്പുലേഷൻ അവസാനിക്കുന്നത് എപ്പോഴും നമുക്ക് സെല് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരു അപ്പറിലേക്ക് അല്ലെങ്കിൽ പ്രൈസ് കൂടുന്നുണ്ടാകുമ്പം എന്തായാലും അങ്ങനത്തെ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ന്യൂസിലുണ്ടാവുമല്ലോ, ഇങ്ങനത്തെ ന്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോംസ് ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം മണി കൺട്രോൾ ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ ഇങ്ങനത്തെ ന്യൂസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും നല്ല ഒരു 3 സോഴ്സസ് പറയാൻ പറ്റും ഏറ്റവും പെട്ടെന്ന് ന്യൂസ്, ട്രേഡ് റിലേറ്റഡ് ന്യൂസ് കിട്ടുന്ന? ഇപ്പോൾ ഫണ്ടമെന്റലി ഒരു സ്റ്റോക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ന്യൂസ് അല്ലെങ്കിൽ വലിയൊരു ബ്ലോക്ക് ഡീൽ നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അറിയാൻ പറ്റുന്നത് NSEയുടെ വെബ്സൈറ്റ് വഴിയാണ്. സോ അതിനകത്ത് NSEയുടെ വെബ്സൈറ്റിനകത്ത് ഇതിന് പോലെ സെപ്പറേറ്റ് സെക്ഷൻസ് ഉണ്ട്, ബ്ലോക്ക് ഡീൽസ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായിട്ട്. സോ ഇത് NSEയുടെ വെബ്സൈറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട സ്റ്റോക്കുകളുടെ എല്ലാത്തിൻ്റെ അപ് ടു ഡേറ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ആൻഡ് സെല്ല് ചെയ്യുന്ന സമയത്ത് അവർ ബൈ ആൻഡ് സെല്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അവർ ബൈ ചെയ്യാൻ പോകുന്നു എന്നുള്ള സാധനം നമുക്ക് അറിയാൻ പറ്റത്തില്ല. സോ നമ്മൾ ആ ഒരു റാലിയുടെ പാർട്ടാകാൻ നമുക്ക് പറ്റത്തുള്ളൂ, ആ റാലിയുടെ ബോട്ടത്തിൽ നിന്ന് ക്യാച്ച് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല ഒരിക്കലും. പിന്നെ നിങ്ങളൊരു ഒരു പെർട്ടിക്കുലർ ഫ്രെയിം ഉണ്ടാവുമല്ലോ, മീൻസ് ഈ ഒരു സ്റ്റോക്ക് ബൂമാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത്, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് വരുന്ന ഒരു സ്ട്രാറ്റജീസോ കാര്യങ്ങളുണ്ടോ? ഇഫ് പോസിബിൾ, അത് നിങ്ങളെ സീക്രറ്റ് ആവാൻ ചിലപ്പോൾ, ഇഫ് പോസിബിൾ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഒരു കമ്പനിയിൽ ഫണ്ടമെന്റലി നല്ലൊരു ചേഞ്ച് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി റിഫ്ലക്ട് വിത്തിൻ 3 months ആ സ്റ്റോക്കിന്റെ പ്രൈസിൽ. ലൈക്ക് ഈ ക്വാർട്ടറിൽ അത്യാവശ്യം നല്ല റിസൾട്ട് വരികയാണ്, ഒരു 100% ഇൻക്രീസ് വരികയാണ്. സോ അത് അടുത്ത 3 മാസത്തിനുള്ളിൽ ആ സ്റ്റോക്കിന്റെ പ്രൈസിൽ അത് റിഫ്ലക്ട് ആവും. ഇപ്പോൾ സൊമാറ്റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊമാറ്റോ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് മേക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയാണ്. സൊമാറ്റോ ലിസ്റ്റ് ആയതിനു ശേഷമാണ് ഫസ്റ്റ് ടൈം പ്രോഫിറ്റബിൾ ആവുന്നത്. സോ പ്രോഫിറ്റബിൾ ആയതിനു ശേഷമുള്ള സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസും പ്രോഫിറ്റബിൾ ആയതിനു ശേഷമുള്ള സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസും അതിന് മുമ്പേ ഉള്ള സൊമാറ്റോയുടെ സ്റ്റോക്ക് പ്രൈസും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ ഈ പറഞ്ഞ സാധനം വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾമോസ്റ്റ് 40 രൂപ വരെ എത്തിയ സ്റ്റോക്ക് വിത്തിൻ ഡേയ്സിൽ അതിന്റെ ഇരട്ടിയും 3 ഇരട്ടിയൊക്കെ ആയിട്ടുണ്ട്. ബിക്കോസ് ഫണ്ടമെന്റലി ഇസ് ഗെറ്റിംഗ് ഗുഡ്. അപ്പോൾ മനസ്സിലായല്ലേ? അപ്പോൾ എവറിത്തിങ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റലി ആ സ്റ്റോക്ക് എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ഇത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയേണ്ടതാണ്. ഇത് ഡേ ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാരെ ബാധിക്കുന്ന കാര്യമല്ല, ലോങ് ടേം നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്.
പ്രൈസിന്റെ മൊമെന്റം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യും. ശരിക്കും ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും മാർക്കറ്റിനകത്ത് വർക്ക്ഔട്ട് ആവത്തില്ല. അവർ എന്ത് ടൈപ്പ് കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുക ഇങ്ങനത്തെ ഇൻഡിക്കേറ്റേഴ്സ്? അല്ലെങ്കിൽ ഇപ്പൊ സൂരജിന്റെ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉണ്ടാവല്ലോ, അതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസും കാര്യങ്ങളും എന്തൊക്കെയാണ് വരുന്നത്? അതെ, ലോസായ പൈസ ഉണ്ടാക്കാനുള്ള മെന്റാലിറ്റി വരും, ഇല്ലാത്ത ട്രേഡ് സെറ്റപ്സ് നമ്മൾ സ്ക്രീനിനകത്ത് കാണും, ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.